ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പരിപാടികൾ തുടങ്ങാണ്. അപ്പം ആദ്യം തന്നെ കുറച്ച് അയല ഉണ്ടായിരുന്നു, അയലുണ്ട് കഷ്ണങ്ങൾ. അതുകൊണ്ട് ഇപ്പം എന്താ ഇപ്പം ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചു. അപ്പം ഇന്ന് കുറച്ച് തേങ്ങ അരച്ച് കറി വെക്കാൻ വിചാരിച്ചു. അപ്പം ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടിനും ചോറിനും എല്ലാത്തിനും കൂടെ ഒരു കറി മതിയല്ലോ. അപ്പം നമ്മൾ ഇന്ന് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. തേങ്ങ അരച്ചിട്ട് മാങ്ങ കഷ്ണം ഇട്ടിട്ട് നല്ലൊരു കറി. അങ്ങനെ ചട്ടിയൊക്കെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ മാങ്ങ കഷ്ണം അതാണ് നമ്മൾ 2 ദിവസം മുമ്പ് ഫ്രിഡ്ജിലെടുത്ത് വെച്ച മാങ്ങ കഷ്ണങ്ങളാണ് കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്ന് കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ആ മാങ്ങ കഷ്ണം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ പേസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പേസ്റ്റാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി പൊടി 2 സ്പൂണ്, പിന്നെ ഫിഷ് മസാല അതൊക്കെ നല്ലോണം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാണ്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ തിളച്ചിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് തിളച്ച് വറ്റുന്നിട്ട് തേങ്ങ അരച്ചത് ചേർക്കാനുണ്ട്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇത് കഴിക്കാം. അപ്പം നമുക്കിന്ന് പുട്ടിന് കറി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് തേങ്ങ അരക്കുകയാണ്. നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചിട്ട് ഞാൻ അതിലൊഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ തേങ്ങ ഒന്ന് അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കാൻ. നമ്മളെ പുട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചുട്ടും കൊണ്ട് ഇരിക്കുന്നുണ്ട്. ചുടലും എടുക്കലൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഉണ്ടാക്കാൻ പോണത് ചീരയാണ്. നല്ല ചുമപ്പ് ചീര കിട്ടിയിട്ടുണ്ട്. എനിക്ക് ചീര നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ചീര മേടിക്കുന്നത്. അപ്പോൾ ചീരയൊക്കെ നല്ലോണം കേകിയിട്ട് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം വാടി വന്നതിൻ്റെ ശേഷം മുളക് പൊടി, കാശ്മീരി പൊടി കേട്ടോ, പിന്നെ കുറച്ച് തേങ്ങ, ഉപ്പ്, വെളിച്ചെണ്ണ ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. വേണ്ടിലിങ്ങനെ കുറച്ച് വെള്ളം വറ്റി വരാനുണ്ട് കേട്ടോ. ചീരത്തെ വെള്ളമാണ്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ചീര അവിടെ റെഡി ആയി വരുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ പുട്ട് കഴിക്കാൻ പോവുകയാണ്. നല്ല ചൂടുള്ള പുട്ട് മീൻ കറി കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ മീൻ തലേൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പുട്ടിന് നല്ല കോമ്പിനേഷനാണല്ലോ മീൻ കറി. അപ്പം അങ്ങനെ നല്ല പുട്ടും മീൻ കറിയും കഴിക്കുകയാണ്. ചൂടോടൊക്കെ കഴിക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കേ.